അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി ഉലച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഒപ്പുവെച്ച പുതിയ കരാറിന് പിന്നാലെ അമേരിക്കയ്ക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നേരെ അതിശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി. ദീർഘനാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും ഒടുവിൽ രൂപപ്പെട്ട സമാധാന കരാറിനെ ഇറാന്റെ ചരിത്രപരമായ വിജയമായാണ് ടെഹ്റാൻ അടയാളപ്പെടുത്തുന്നത്. ഞങ്ങൾ വിജയിച്ചു, നിങ്ങൾ കളം വിട്ടു എന്ന ഖമേനിയുടെ പ്രഖ്യാപനം വാഷിംഗ്ടണിന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യശക്തികൾ ഉയർത്തിയ കടുത്ത ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും രാജ്യം എങ്ങനെ അതിജീവിച്ചു എന്നതിന്റെ തെളിവാണ് ഈ പുതിയ കരാറെന്ന് ഖമേനി അവകാശപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്കയ്ക്ക് തങ്ങളുടെ നിബന്ധനകൾക്ക് മുന്നിൽ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു എന്നാണ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. വൻ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നതാണ് ഇറാന് ഈ നയതന്ത്ര വിജയം സമ്മാനിച്ചതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈ കരാർ ഒപ്പുവെക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും വരും ദിവസങ്ങൾ അതീവ നിർണായകമാണെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് വൈറ്റ് ഹൌസിലേക്ക് വീണ്ടും അധികാരമേൽക്കാൻ തയ്യാറെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിനുള്ള കൃത്യമായ താക്കീതായാണ് ഖമേനിയുടെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് ഇറാന്റെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ട്രംപിന്റെ മുൻകാല ചരിത്രം മുൻനിർത്തി ഇനിയൊരു ചതിക്ക് ഇറാൻ കാത്തുനിൽക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി 60 ദിവസത്തെ വെല്ലുവിളി അഥവാ ഒരു പരീക്ഷണ കാലയളവ് ഖമേനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്ന് ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഈ 60 ദിവസത്തിനുള്ളിൽ ഉപരോധങ്ങൾ നീക്കുന്നതിലും പശ്ചിമേഷ്യയിലെ സൈനിക പിന്മാറ്റത്തിലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കരാർ റദ്ദാക്കാൻ ഇറാൻ മടിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് തരത്തിലുള്ള ലംഘനങ്ങളെയും നേരിടാൻ ഇറാന്റെ സായുധ സേനയും സഖ്യശക്തികളും പൂർണ്ണ സജ്ജമാണെന്ന് ഖമേനി ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വാഗ്ദാനങ്ങളെക്കാൾ പ്രായോഗികമായ നടപടികൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസത്തെ വിൻഡോ അമേരിക്കയുടെ വിശ്വാസ്യത അളയ്ക്കാനുള്ള അവസാനത്തെ അവസരമായിരിക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഈ പുതിയ സംഭവ വികാസങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറാന്റെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി അവരെ കീഴ്പ്പെടുത്താമെന്ന് ട്രംപിന്റെ മുൻകാല തന്ത്രങ്ങൾ ഇനി പശ്ചിമേഷ്യയിൽ വിലപ്പോവില്ലെന്ന യാഥാർത്ഥ്യമാണ് ഖമേനി ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ ലക്ഷണമായാണ് മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ മാറ്റങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാട് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്കും പ്രാദേശിക സ്വാധീനത്തിനും തടയിടാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ അത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ഭയം ഇസ്രയേലിനുണ്ട്. എന്നാൽ അമേരിക്കയുമായുള്ള ഈ നയതന്ത്ര പോരാട്ടത്തിൽ തങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് ഇറാന്റെ വിപ്ലവഘാടകളും ഭരണകൂടവും. സാമ്പത്തിക ഉപരോധങ്ങളാൽ തകർന്ന ഇറാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ കരാർ വലിയൊരു ആശ്വാസമാകുമെന്നാണ് കരുതപ്പെടുന്നത്. എണ്ണ വ്യാപാരത്തിലും അന്താരാഷ്ട്ര ഇടപാടുകളിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത് ഇറാന്റെ വിപണിക്ക് പുതിയ ഉണർവ് നൽകും. എന്നാൽ ഈ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം അമേരിക്ക കരാർ എത്രത്തോളം വിശ്വസ്തയോടെ നടപ്പാക്കുന്നുവെന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഖമേനിയുടെ ഈ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ വിദേശ നയത്തിന്റെ പരാജയമായാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിനെ ചിത്രീകരിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ഈ നയതന്ത്ര നീക്കം അനിവാര്യമായിരുന്നുവെന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം. ഈ രാഷ്ട്രീയ പോരുകൾക്കിടയിലേക്കാണ് ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പിന്തുണയും ഇറാന്റെ ഈ കടുത്ത നിലപാടിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക വിരുദ്ധചേരിയിലെ പ്രമുഖ ശക്തികളായ മോസ്കോയും ബീജിംഗും ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ഭയവും ഒരു വിഭാഗം നയതന്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നു. കരാറിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ വിഘടനവാദി ഗ്രൂപ്പുകളുടെയും പ്രതിരോധ സഖ്യങ്ങളുടെയും ഭാവി നീക്കങ്ങളും പ്രവചനാതീതമായി തുടരുകയാണ്. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്ക് ഇറാന്റെ ഈ വിജയം കൂടുതൽ ആത്മവിശ്വാസം നൽകും. അമേരിക്കയും സഖ്യകക്ഷികൾക്കും നേരെ കൂടുതൽ ശക്തമായി നിലകൊള്ളാൻ ഈ പ്രാദേശിക ശക്തികൾക്ക് ഖമേനിയുടെ വാക്കുകൾ ഊർജം പകരുമെന്ന് ഉറപ്പാണ്.
അടുത്ത 60 ദിവസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സംബന്ധിച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ അതിഭീകരമായ ഒരു സൈനിക സങ്കീർണതയ്ക്കോ കാരണമായേക്കാം. അമേരിക്കയിലെ ഭരണമാറ്റവും ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഈ കരാറിന്റെ ആയുസ് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. എന്നിരുന്നാലും തൽക്കാലത്തേക്ക് തങ്ങളുടെ പരമാധികാരവും നയതന്ത്ര ശക്തിയും ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന സംതൃപ്തിയിലാണ് ടെഹ്റാൻ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മേൽ തങ്ങൾ നേടിയ ഈ വിജയം കേവലം ഒരു താൽക്കാലിക നേട്ടമല്ലെന്നും വരും തലമുറകൾക്കുള്ള സന്ദേശമാണെന്നുമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനിയുടെ പ്രസംഗം ഇറാന്റെ തെരുവുകളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്ന US-ഇറാൻ ശത്രുതയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിനുള്ള ഖമേനിയുടെ മുന്നറിയിപ്പ് വെറും ഒരു വാചക കസർത്ത് മാത്രമായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. സൈനികമായും സാങ്കേതികമായും ഇറാൻ കൈവരിച്ചിട്ടുള്ള പുരോഗതിയും അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പുതിയ സഖ്യങ്ങളും അമേരിക്കയെ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാൻ പ്രേരിപ്പിക്കും. വരും ആഴ്ചകളിൽ വൈറ്റ് ഹൌസിൽ നിന്നും പെന്റഗണിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളായിരിക്കും ഈ 60 ദിവസത്തെ വെല്ലുവിളിയുടെ ഭാവി നിശ്ചയിക്കുക.